ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരത്തെ കറിക്ക് വാങ്ങാൻ പോവാണ് ട്ടോ. ചിക്കനാണ് ട്ടോ വാങ്ങിയത്. ഞാനും മോളും കുഞ്ഞുങ്ങളും കൂടിയാണ് ട്ടോ പോയത്. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറി വെക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ കറിക്ക് വേണ്ട സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ് ട്ടോ. അതിന് മുമ്പ് രാവിലെ പിന്നെ മുറത്തിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കളഞ്ഞിട്ട് വന്നിട്ട് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പൊളിച്ച് വെക്കുവാണ് എല്ലാം റെഡിയാക്കി. അപ്പോൾ കടയിൽ പോയി വന്ന സാധനങ്ങൾ എടുത്ത് വെക്കുവാണേ. അരിയും വെളിച്ചെണ്ണയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കറിക്ക് വേണ്ട സവാള ഉണ്ടായിരുന്നു, തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ 2 മധുരക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പുഴുങ്ങാനായിട്ട്. അങ്ങനെ സവാളയൊക്കെ പൊളിച്ച് റെഡിയാക്കി വെക്കുവാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ 2 പേരും അവിടെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് മോൾ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കിഴങ്ങ് ആദ്യം തന്നെ കഴുകി ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെക്കുവാണ് കേട്ടോ. പിന്നെ സവാളയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കാൻ പോവുകയാണ്. വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി നോക്കി എടുത്തിട്ടോ, പെട്ടെന്ന് പൊളിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഞാനിന്ന് കുക്കറിൽ തന്നെയാണ് കേട്ടോ കറി വെക്കാൻ പോകുന്നത്. കാക്കിലോ തക്കാളി പറഞ്ഞിട്ട് കടക്കാരൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി എല്ലാം ഒന്നിച്ച് എല്ലാം എടുക്കാൻ പോവുകയാണ്. ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേടായി പോവും. അപ്പോൾ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് വെച്ചു. ഇനി ചിക്കൻ കഴുകി വന്നിട്ട് വേണം അരിഞ്ഞിടാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ കുക്കറിലായതുകൊണ്ട് കുക്കറിലേക്ക് അരിഞ്ഞിട്ടാൽ മതിയല്ലോ. ഇത്ര സംഭവം ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നു. ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ സവാളയൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം പീലിമോളെ ഒന്ന് മേല് കഴുകിച്ചു. ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മധുരക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. മധുരക്കിഴങ്ങ് വെന്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ചായയും കൂടി ഉണ്ടാക്കി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് വെന്തിട്ടില്ല. അപ്പോൾ ഞാനോർത്ത് ചിക്കൻ കഴുകി കൊണ്ടുവരാമെന്ന് കേട്ടോ. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്തെ അപ്പോൾ തന്നെ അടുക്കള വാതിൽ ഞാൻ കുറ്റിയിടും കേട്ടോ. അല്ലെങ്കിൽ പീലിമോള് ഇപ്പോൾ കുളിപ്പിച്ച് വിട്ടുള്ളൂ. അവൾ ആ ഉടുപ്പൊക്കെ നനച്ച് കളയും വെള്ളത്തിൽ കളിച്ച്. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകി കൊണ്ടുവന്നു. പിന്നെ അതിലേക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞിട്ടിട്ട് വറക്കാനുള്ള പീസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലില്ലാത്ത നോക്കി മാറ്റി വെച്ച് അതിലേക്ക് കുരുമുളകും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി കറി വെക്കാനുള്ളതിലേക്ക് എല്ലാം കൂടി സവാളയും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞിട്ടതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തിരുമ്മി അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് വെള്ളമൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ കിഴങ്ങ് ഇറക്കി വെച്ചിട്ട് ആ കറി വെക്കണം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ചായയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. കിഴങ്ങും കട്ടൻ ചായയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ചായ തിളച്ച് വന്നിട്ട് നമുക്ക് ഈ കറി വെക്കാം. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചു. അതിലേക്ക് വേണ്ട പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനെയല്ലേ, മധുരക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ മോട്ടറിൻ്റെ സ്വിച്ചാണ് കേട്ടോ. അത് കുറച്ച് വെള്ളം പിടിക്കണമായിരുന്നു. അതെടുക്കാനായിട്ട് പോയപ്പോഴേക്കും പീലിമോള് പുറകെ വന്നു കേട്ടോ. പിന്നെ ചായക്ക് പഞ്ചസാര ഇടാൻ പോയപ്പോൾ പീലിമോൾക്ക് പഞ്ചസാര വേണമെന്ന് പറഞ്ഞു. ഇത്തിരി അവളെ വായിലിട്ട് കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ അവളവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കുറുക്കുണ്ടാക്കണം. അപ്പോൾ അതിനുള്ള വെള്ളം കൂടി വെച്ച് അതിലേക്ക് പൊടിയും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുറുക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് കറി വെക്കാമല്ലോ.
അങ്ങനെ റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് നേരം സമയം ഇട്ട് വെക്കും. അപ്പോൾ പൊടിയൊന്ന് അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ പൊടി ഇട്ടതിന് ശേഷം ഒന്ന് പൊടിയൊന്ന് കലങ്ങാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണ് തെറ്റിയ പീലിമോള് പുറത്തേക്ക് പോകും കേട്ടോ. വാതിൽ തുറന്നിട്ട് ആ പീലിമോള് പുറത്ത് പോയി അവിടെ 2 ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ പോയി കളിക്കും. അപ്പോൾ അതേ അവളെ അകത്തേക്ക് കയറ്റിയിട്ട് വീണ്ടും കുറുക്ക് റെഡിയാക്കാനുള്ള പൊടിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കട്ടയൊക്കെ ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ മധുരക്കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ. ചൂട് നല്ലവണ്ണം ആറിയിട്ടില്ല കേട്ടോ, കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കണക്കിന് തൊലിയൊക്കെ പൊളിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ മധുരക്കിഴങ്ങ് തൊലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചായ തിളച്ചു കേട്ടോ. അപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് നമ്മുടെ കുറുക്ക് സ്റ്റവിലേക്ക് വെച്ചു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അങ്ങനെ വീണ്ടും കിഴങ്ങ് പൊളിക്കാനായിട്ട് വീണ്ടും വന്നിട്ടോ. പിന്നെ ഇടയ്ക്ക് പോയി വീണ്ടും ഇളക്കി കൊടുത്തു. അപ്പോഴേക്കും കുറുക്ക് റെഡിയായി. അപ്പോൾ കുറുക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ കറി വെച്ചു കേട്ടോ. എന്നിട്ട് കിഴങ്ങ് പിള്ളേർക്ക് കൊടുത്തു. പിന്നെ ഞാനും കഴിച്ചു കേട്ടോ. നല്ല മധുരം. 2 കിഴങ്ങ് ആകെ വാങ്ങിച്ചുള്ളൂ. അതിൽ ഒരെണ്ണം നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല മധുരമുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് അത്ര മധുരം പോരാ. അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ. പിന്നെ അത് പാത്രങ്ങൾ തേച്ച് കഴുകി കൊണ്ടുവന്ന് കമത്തി വെച്ചിട്ടുണ്ടാകുന്നു. അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റാൻഡിലേക്ക് എടുത്ത് വെക്കുവാണേ. പിന്നെ ഉച്ചത്തെ കുറച്ച് ചോറുണ്ട്, അതൊന്ന് തിളപ്പിച്ച് വാർക്കണം. പിന്നെ നാളത്തേക്ക് രാവിലത്തേക്ക് അപ്പമാണ് കേട്ടോ. ചിക്കൻ കറി ഇന്നത്തെ ബാക്കിയുണ്ടാവും. അപ്പോൾ നാളത്തേക്ക് അപ്പവും ചിക്കൻ കറിയും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും അതിന് മുമ്പ് ഈ കുറുക്കൊന്ന് അരിച്ച് മാറ്റണം കേട്ടോ. അപ്പോൾ അതൊന്ന് അരിച്ച് മാറ്റുന്നുണ്ട്. കൈയോടെ തന്നെ ആ കുറുക്കുണ്ടാക്കിയ പാത്രവും അരിപ്പയും കൂടി പുറത്തുകൊണ്ട് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ വേറെ കുറച്ച് പാത്രം കൂടി ഉണ്ടായിരുന്നു, അതും കൂടി വേഗം കഴുകി കൊണ്ടുവന്നു. പിന്നെ ഇത് ചോറിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പം കറി ഇറക്കി വെച്ചതിന് ശേഷമാണ് ഇത് ചോറൊന്ന് തിളപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും കുഞ്ഞിനൊന്ന് മേലെ കഴിച്ചു കേട്ടോ. പിന്നെ അപ്പത്തിനുള്ള അരി അരക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് ചോറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചോറും ഈസ്റ്റ് നോക്കിയപ്പോൾ കഴിഞ്ഞിരിക്കണം, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന ഈസ്റ്റ് മുഴുവൻ ഇട്ടു. പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടി അതും കുറച്ച് എൻ്റെ വായിലേക്കും പോയിട്ടോ. അങ്ങനെ അരയ്ക്കാനായിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ചിക്കൻ കറി വെന്തിട്ടുണ്ട്. 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഇറക്കി വെച്ചു കേട്ടോ. പിന്നെ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചു. ആരും കാണണ്ട തേങ്ങ തിന്നുന്നത്. ഞാനങ്ങനെ തിന്നാറില്ല കേട്ടോ. എനിക്കങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങനെ വായിലിട്ട് പോയതാണ്. അപ്പോൾ മാവ് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് കൈകൊണ്ട് ഇളക്കിയിട്ടും മൂടി വെച്ചു കേട്ടോ. പിന്നെ ആ മിക്സിയും കൂടി കഴുകി വെച്ചു. പിന്നെ കുറച്ചരി ഇടാണ്ട് അത് വേറെ ചെറിയ കുക്കറിലേക്ക് ഇട്ടു. പിന്നെ ഫ്രൈ ചെയ്യാനുള്ളത് വെച്ചു. അപ്പോഴേക്കും ചോറ് കഴിക്കാനുള്ള സമയം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിളമ്പി. അങ്ങനെ എല്ലാവർക്കും വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ആയപ്പോൾ അതും കൂടി എടുത്ത് അപ്പോൾ പീലിമോൾക്ക് ചോറ് കൊടുക്കാൻ കേട്ടോ. പിന്നെ അവൾ അങ്ങനെ ആ പാത്രത്തിൽ തന്നെ അവളും കഴിക്കും കേട്ടോ. അപ്പോൾ ബാക്കി 2 പേർക്കും അഖിലിനും മോനും ചോറ് വിളമ്പി കൊണ്ടുപോയി വെക്കാൻ പോവാണ്. അപ്പോൾ കുക്കറിലിട്ട് അരിയും വെന്തിട്ടുണ്ട്, അത് വാർത്തിട്ടു. പിന്നെ കുറച്ച് ചിക്കൻ പീസും കൂടി വറുക്കാനുണ്ട് കേട്ടോ, അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ജോലിയെല്ലാം തീർന്നു. അങ്ങനെ ഈ ഇതും കൂടി
ആ ഫ്രൈയും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനും കൂടി ഊണ് കഴിക്കും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇനി നാളത്തെ വിശേഷവുമായി, നാളെ ഇല്ല കേട്ടോ, ഇനി തിങ്കളാഴ്ചത്തെ വിശേഷമായി അടുത്ത ദിവസം വരുന്നവരെ ബായ്.